ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായി പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ചെറിയൊരു സ്വർണ്ണ പ്രശ്നം വയ്ക്കലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടാലോ. 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ പരിപാടി. ഞാൻ 3 ദിവസത്തെ ഒന്നും എടുത്തിട്ടില്ല, ചെറുതായിട്ട് ഒരു ദിവസത്തെ എടുത്താണ് കേട്ടോ. ഇത് ഞങ്ങളെ തറവാട്ടിലൊരു മൂത്ത കാരണവരാണ്. അപ്പോൾ മൂപ്പര് വേണം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു, അതിനുള്ള കളാണിത്. 3 പേരുണ്ടായിരുന്നു കേട്ടോ പണിക്കന്മാർ. ഒരാൾ മെയിനാളും അവരെ താഴെ 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നല്ല രീതിയിൽ ശുഭമായിട്ട് എല്ലാം തീർന്നു. പിന്നെ നമ്മളെ തറവാട്ടിൽ തന്നെയുള്ളൊരു കന്യക വേണമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഈ സ്വർണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തറവാട്ടിലുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പണിക്കർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആ മോളെല്ലാം ചെയ്യുകയാണ്. ഈ സ്വർണ്ണപ്രശ്നം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിക്കന്മാരെ വിളിക്കാൻ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മൾ പറയണ കാര്യങ്ങളും നമുക്കുണ്ടാവുന്ന ഓരോ കാര്യങ്ങളില്ലേ, ആ ഒരു കാര്യം നിമിത്തം ആ ഒരു കാര്യവും പിന്നെ നമ്മൾ കബഡി നിരത്തിയിട്ടുള്ള ഒരു കാര്യവും പിന്നെ ഈ കുട്ടി സ്വർണം വെക്കുന്ന സംഭവങ്ങളും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടാട്ടോ നമ്മൾ ഈ പ്രശ്നം പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഓരോന്നായിട്ടായിരിക്കും ഇങ്ങനെ പറയുക. അപ്പോൾ മൂപ്പര് എന്തൊക്കെയോ നോക്കി പറയുകയൊക്കെ ചെയ്യുകയായിരുന്നു. സ്വർണം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ആ മോള് എവിടെയാണോ ഫസ്റ്റ് തൊടുന്നത് ആ ഒരു കാര്യം വെച്ചിട്ടും ഫലം പറയുന്നുണ്ട് കേട്ടോ. നല്ലതാണോ ചീത്തയാണോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. നമ്മളെ തറവാട്ടിലുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാവരും പങ്കെടുക്കണം എന്ന് തന്നെയായിരുന്നു. 3 ദിവസം പറ്റാവുന്നവരൊക്കെ പോയിട്ടുണ്ട്, കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ 3 ദിവസവും. അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അമ്പലത്തിലെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കും ഇങ്ങനെ തറവാട്ടമ്പലം ഉണ്ടോ, നിങ്ങളൊക്കെ പോവാറുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. പോകുന്നവരൊക്കെ എന്തായാലും വന്ന് കമൻറ്റ് ഇടുക. നമ്മളെ ചേട്ടന്മാരും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ സഹായിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. എന്തായാലും സദ്യയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പായസം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ചായ, ഉച്ചയ്ക്ക് ഫുൾ ഭക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ചായ, വൈകുന്നേരം ഒരു 5-6 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ, ഇങ്ങനെ തറവാട്ടമ്പലം ഉണ്ടോ, എല്ലാവർക്കും അമ്പലത്തിൽ ഫുഡൊക്കെ ഇഷ്ടമാണോ എന്ന് എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.